എല്ലാ ഇ വി ഓണേഴ്സിനുള്ളൊരു പ്രശ്നം തന്നെയാണ് എനിക്കുള്ളത്. അതായത് എങ്ങനെ ഈ റേഞ്ച് കുറച്ച് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഐ മീൻ കൺസംഷൻ കുറച്ച് റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കൺസംഷൻ കുറച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കുക എന്നുള്ളത്. സോ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് 100% സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഓടി 6.6 കിലോമീറ്ററായി. ഈ സിറ്റുവേഷനിൽ നിലവിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒപ്റ്റിമം സ്പീഡ് നമ്മുടെ വണ്ടിക്ക് കണ്ടുപിടിക്കണം. ലൈക്ക് നമ്മൾ ഏത് സ്പീഡിൽ പോയി കഴിഞ്ഞാലാണ് വണ്ടി ഏറ്റവും കുറവ് കൺസംഷൻ എടുക്കുന്നത്. രാവിലെ മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ടെമ്പറേച്ചർ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും 25 ഡിഗ്രി സെൽഷ്യസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ എ സിയുടെ കൺസംഷൻ നമ്മൾ 26 ഞാൻ നോർമലി സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എ സിയുടെ കൺസംഷൻ വളരെ മീഗറാണ്. അതുകൊണ്ട് അതില്ലെന്ന് തന്നെ വിചാരിക്കാം. എന്നിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പം 113 ഇപ്പോൾ കാണിക്കുന്നത്. 113 Wh/km, 7.1 കിലോമീറ്ററാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിനകത്ത് റീജിയനിലേക്ക് പോകുന്നുണ്ട് വണ്ടി. മേ ബി അതുപോലെ തന്നെ പവർ ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രീൻ കളറിലും മറ്റേതൊരു ടീൽ കളർ, ബ്ലൂ കളറിലാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സൈൻ വേവ് പോലെ മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, റീജിയൻ അപ്ലൈ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇപ്പോൾ അത് 112 ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റഡി ആയിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പം ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. ഒരു വളരെ സ്റ്റഡി ആയിട്ട് ഡ്രൈവിംഗ് പാറ്റേൺ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ ഒരു കാണാൻ പറ്റും. അതേസമയം വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ ട്രിപ്പ് സെറ്റ് ചെയ്യുന്ന പോലെ ഇപ്പോൾ ട്രിപ്പ് എയിൽ നോക്കി കഴിഞ്ഞാൽ അത് ഏതാണ്ട് 117 Wh/km ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഓടിക്കാനൊന്നും പറ്റില്ല. ഇപ്പം 7.6 കിലോമീറ്റേഴ്സായി. അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും 110 Wh/km വണ്ടി കുറഞ്ഞായിട്ട് കാണാം. ഒരു 40 to 50 km/h ഇപ്പോൾ കേരളത്തിലെ ഒരു റോഡിൻ്റെ ഒരു ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്കൊരു 35 കിലോമീറ്റർ മുകളിൽ കിട്ടൽ എളുപ്പമല്ല. അപ്പോൾ ആ ഒരു സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കും. നെക്സോൺ പ്രൈമിലാണെങ്കിൽ നമുക്ക് റീജിയൻ സുഖമായിട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ വണ്ടിക്ക് പണ്ട് റീജിയൻ ലെവൽ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടിയുടെ നമ്മുടെ ഹാൻഡിൽ ബാറിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് റീജിയൻ, ഇപ്പം നിലവിൽ ഞാൻ റീജിയൻ ഓഫ് ചെയ്തിരിക്കണം, നമുക്കത് സുഖമായിട്ട് ഏത് ലെവലിലേക്ക് വേണമെങ്കിലും ടോഗിൾ ചെയ്ത് യൂസ് ചെയ്യാം. പാഡിൽ ഷിഫ്റ്റ് ആയിരിക്കും പുതിയ വണ്ടികളിലുണ്ടാവും. അപ്പം പാഡിൽ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. റീജിയൻ ലെവൽസ് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും. ഇപ്പം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇ വിയുടെ ഒരു മെച്ചം.